അവര് നിന്നോട് എന്ത് മോശമായിട്ട് പെരുമാറിന്ന? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നിനക്ക് തോന്നില്ല? ചെക്കപ്പ് സമയത്ത് അവിടെ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയില്ലല്ലോ. മാസമുള്ള ഈ കുരിശ് ഒന്ന് ഒഴിവാക്കി തരാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ ആ തള്ള എന്റെ മുഖത്ത് നോക്കി രോഞ്ഞ ചിരി. എന്നിട്ട് പറയുവാ നാപ്കിനൊക്കെ ഇപ്പോ സർക്കാർ ഫ്രീ ആക്കിന്ന്. എന്താ അവരാ പറഞ്ഞതിന്റെ അർത്ഥം? അത് വാങ്ങാൻ പോലും ഗതിയില്ലാത്തൊരു കുടുംബത്തിലെ ആളാ ഞാനെന്ന്. അങ്ങനെയല്ലേ ഡാഡി? അവരുടെ ചീഞ്ഞ കോമഡി കേട്ട് നിനക്കും ചിരി വരുന്നുണ്ടോ? അവരായതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ. ആ ഡോക്ടറുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മടല് വെട്ടി നിന്നെ അടിച്ചേനെ. അത്രയ്ക്ക് ഊള ചോദ്യമല്ല നീ അവരോട് ചോദിച്ചേ? നിനക്കേ എന്റെ അവസ്ഥ പറഞ്ഞ മനസ്സിലാവില്ല. നിനക്കൊന്നല്ല, ആർക്കും. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ഇന്നലെ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ നല്ലോണം പേടിച്ചു. അതുകൊണ്ടാ ഇന്ന് എന്നെ ഡോക്ടറെ കാണുമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നോക്കിയാ ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാം നിന്റെ തോന്നലാ, അല്ലെങ്കിൽ പേടി. അപ്പോ നിന്റെ ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. എന്നെ പോലെ, നമ്മുടെ അമ്മമാരെ പോലെ, മറ്റു ഫ്രണ്ട്സിനൊക്കെ പോലെ, നമ്മൾ ഇന്ന് കണ്ട ഡോക്ടറെ പോലെ നീ ഒരു പെണ്ണാണ്. ഗർഭം ധരിക്കാനും പ്രസവിക്കാനും. എനിക്ക് കേക്കണ്ട. ഐ ഹേറ്റ് ഇറ്റ്. അപ്പോ നോക്കുമാളൂ, എന്റെ മനസ്സെന്താന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും അതിൽ നിന്ന് മാറാൻ എനിക്ക് കഴിയില്ല. ഒരിക്കലും ഒരു കൗൺസിലിങ്ങിനും എന്നെ തിരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. കാരണം എന്റെ മനസ്സ് ഓരോ ദിവസവും ഓരോ നിമിഷവും ആണായി മാറിക്കൊണ്ടിരിക്കുക. ഈ പെണ്ണിന്റെ ശരീരത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം എന്റെ മനസ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അത് അനുഭവിച്ചാലേ അറിയൂ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇനി വയ്യ. സത്യമായിട്ടും എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല മാളു. ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. അപ്പോ നീ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ മനസ്സിനെ ചവിട്ടി താഴ്ത്തി പെണ്ണായിട്ട് തന്നെ തുടരാം. നിന്നെയും വീട്ടുകാരെയും സൊസൈറ്റിയും ഒക്കെ ബോധ്യപ്പെടുത്തി ജീവിക്കാം. പക്ഷെ അതൊരു വെറും ജീവിതമായി പോവുമാളൂ. ഈ ടെക്സ്റ്റൈൽസിലൊക്കെ വെച്ചിരിക്കുന്ന ബൊമ്മകളെ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ബൊമ്മ ജീവിതം. സെൽഫ് റെസ്പെക്റ്റോ ഒന്നുമില്ലാത്ത, എന്നോടും എല്ലാവരോടും കള്ളം പറഞ്ഞൊരു ജീവിതം. ഒടുവിൽ ആ പ്രഷർ താങ്ങാനാവാതെ ഞാൻ സ്വയം മരിക്കേണ്ടി വരും. അത് ഉറപ്പാ. എനിക്കറിയില്ല മാളു, എന്റെ മനസ്സ് എങ്ങനെയൊന്ന് നിന്നെ ശരിക്കും ബോധ്യപ്പെടുത്തൂന്ന്. എടി, ഈ തീയിലിരുന്ന് പഴുക്കുന്ന ഇരുമ്പ് കഷ്ണമില്ലേ, പഴുത്ത് അതങ്ങ് റെഡ് ഹോട്ട് ആവില്ലേ? അതുപോലൊരു ചുവന്ന തീക്കട്ടയുടെ ചൂട് എൻ്റെ ഉള്ളിൽ താങ്ങാൻ പറ്റില്ല. ചിലപ്പോ തോന്നും എല്ലാം ഊരിയെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോണോന്ന്. അത്രയ്ക്ക് പ്രഷറാണ് മാളു. ഇത്രയും നാളും അത് ആരോടും പറയാതെ ഒറ്റയ്ക്ക് സഹിച്ച് ഇനി വയ്യടി. നമുക്കിതൊക്കെ വീട്ടിൽ പറഞ്ഞാലോ? അപ്പോ നോ, ഇപ്പൊ ഇതൊന്നും ആരും അറിയരുത്. കുറച്ചു കാലം കൂടി ഇങ്ങനെ പോട്ടെ. അധികം വൈകാതെ ഇതെല്ലാവരും അറിയിക്കേണ്ടി വരും. അതിനു മുമ്പ് മെന്റലി എനിക്കൊന്ന് സെറ്റ് ആവാനുണ്ട്. ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ മാളു, എനിക്കറിയേണ്ടത് നിന്റെ സ്റ്റാൻഡാ. ആരൊക്കെ എതിർത്താലും പിണങ്ങിപ്പിരിഞ്ഞാലും നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഒരു മോറൽ സപ്പോർട്ട് മാത്രമല്ല നിന്നിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു ലൈഫ് ലോങ് സപ്പോർട്ട്. ഉറപ്പിക്കല്ലോ അല്ലേ? ആരൊക്കെ തള്ളി പറഞ്ഞാലും
നീ എന്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം. അതാണ് എന്റെ ധൈര്യം. നമുക്ക് പോവാം. അപ്പോ ഇറങ്ങിയിട്ട് കുറെ ആയില്ലേ, എല്ലാരും ആകെ വിഷമിക്കുന്നുണ്ടാവും. ബാ പോവാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാനായിട്ട് ഇതൊക്കെ തുറന്നു പറയുന്നത് വരെ ആരും ഒന്നും അറിയാൻ പാടില്ല. കേറ്. ഇല്ല അഞ്ജലി, ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് ഇനി കാണാൻ ചെന്നാ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ ജോലിക്ക് അത് പറ്റില്ലല്ലോ. ഇന്നത്തെയും നാളത്തെയും ഹോളിഡേയ്സ് കൂടി ചേർത്ത് ഞെക്കിപ്പിഴിഞ്ഞ് 4 ദിവസത്തെ ലീവാ മാനേജർ സാങ്ഷൻ ചെയ്തത്. അതിൻ്റെ ഇടയിൽ വീട്ടിലെ ചില ഇഷ്യൂസ്. ഹേയ്, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും നമുക്കതൊക്കെ മതിയല്ലോ ഭ്രാന്ത് പിടിക്കാൻ. നോക്കട്ടെ, ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ഞാൻ മാനേജറെ കണ്ടിട്ട് പറയാം. ശരി അഞ്ജലി, ഞാൻ വിളിക്കാം. ആരാ? മാളവികയുടെ മദറല്ലേ അശ്വതി? അതെ, വരൂ. സോറി, എനിക്ക് മനസ്സിലായില്ല. ഞാൻ കിഷോർ രാധാകൃഷ്ണൻ, ഒരു NRI. നാട്ടിൽ വെഞ്ഞാറുമൂടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇതെന്റെ മിസ്സസ് അപർണ. ഹായ്. ഇത് ഇവളുടെ ബ്രദർ അരുൺ ഭാസ്കർ. നമസ്കാരം. അരുണും മാളവികയും ഒരു കോളേജിലാണ് പഠിക്കുന്നത്. ഓ, മിസ്റ്റർ മുരളീകൃഷ്ണൻ. മുരളിയേട്ടനുണ്ട്, പുറത്തേക്ക് പോകാൻ റെഡിയാവാ. ആ. വരൂ, അകത്തേക്ക് ഇരിക്കാം. ഞാൻ മുരളിയേട്ടനെ വിളിക്കട്ടെ. അതെ, ഉടനെ ഒന്നും ചാടിക്കേറി പറയാൻ പോകണ്ട. പറ്റിയൊരു മൂടുണ്ടെങ്കിൽ മാത്രം പ്രസന്റ് ചെയ്താൽ മതി. അയ്യോടാ, ചെറുക്കന്റെ ധൈര്യമല്ല ആവിയായി പോയല്ലോ. അതെ, കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് കിഷോർ ഏട്ടൻ തീരുമാനിച്ചോളൂ. നീ വാ. റെഡ് വെൽവെറ്റ് ആണോ? എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. അവിടെ വേറെയും ഫ്ലേവേഴ്സ് ഉണ്ട്. എന്താ രണ്ടുപേരും ഒന്നും പറയാത്തത്? ഓഫ് കോഴ്സ് ഞങ്ങൾ ഇത്തിരി ധൃതി കാണിച്ചെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ആഴ്ച ഞാൻ ദുബായിക്ക് മടങ്ങും. അതിനുള്ളിൽ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം തോന്നി. എന്റെ ഒരു രീതി അങ്ങനെയാ, ഒന്നും വിചാരിക്കരുത്. സി കിഷോർ, നിങ്ങളുടെ ഫ്രാങ്ക്നെസ് എനിക്കിഷ്ടമായി. ഞാനും ഏകദേശം ഇതുപോലെ ചിന്തിക്കുന്ന ഒരാൾ തന്നെയാ. പക്ഷെ ഈ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമോ മറുപടിയോ പ്രതീക്ഷിക്കരുത്. സത്യത്തിൽ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. യെസ്, ഐ നോ. ഒരിക്കലും ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ കുട്ടിയുടെ താല്പര്യം, പിന്നെ മാളവികയുടെ വീട്ടുകാരുടെ താല്പര്യം, ഇത് രണ്ടും അനുകൂലമാണോ എന്ന് അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഈ വിസിറ്റ്. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം മതിയല്ലോ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അടുത്തടുത്ത വർഷങ്ങളിലാ ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിക്കുന്നത്. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 3-4 കൊല്ലം ആയിരുന്നുള്ളൂ. അപ്പോ അരുൺ എന്ന 10th അന്ന് തൊട്ട് ഇവന്റെ അച്ഛനും അമ്മയും ഞങ്ങളാ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് ആദ്യം ഷെയർ ചെയ്യുന്നേ. എന്റെ ബ്രദറിലോ ആയതുകൊണ്ട് ഭംഗിവാക്ക് പറയുന്നതല്ല കേട്ടോ. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യബോധവും ഉള്ള ആളാണ് അരുൺ. സ്വന്തം കരിയർ അവൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞ സ്വന്തം കരിയറും ഫ്യൂച്ചറും ഇവനെ സംബന്ധിച്ചിടത്തോളം വെൽ സെറ്റാണ്. കിഷോറിനെ പോലെ സ്വന്തം ബിസിനസ്സിലാണോ അരുണിനും താല്പര്യം? യാ, ഓഫ് കോഴ്സ്. കോഴ്സ് കഴിഞ്ഞാൽ എബ്രോഡിൽ എവിടെയെങ്കിലും തുടങ്ങാൻ പറ്റുന്ന 1-2 പ്രോജക്ട്സ് എന്റെ മനസ്സിലുണ്ട്. അല്ല, അരുൺ മാളവികയോട് ഇങ്ങനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നോ? ടു ബി ഫ്രാങ്ക്, 1-2 തവണയല്ല, കുറച്ചധികം പ്രാവശ്യം ഞാൻ ഇക്കാര്യം മാളവികയോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാളു എന്തു പറഞ്ഞു? ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇഷ്ടക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഇവിടെയുള്ളവർക്ക് എതിരെ അഭിപ്രായം ഇല്ലെങ്കിൽ മാളവികയ്ക്കും സമ്മതമാവുമെന്നാ എന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ ഉറപ്പില്ല ഇവനെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, മാളവിക എവിടെ? മാളു അപ്പും പുറത്തു പോയിരിക്ക. അപ്പൂന്ന് പറഞ്ഞ അപൂർവ. ഓവ്, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പു ആരാണെന്നും മാളു ആരാണെന്നും
അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്ര ഡീപ്പാണെന്നും അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഇവ ഞങ്ങളോട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ആ അശ്വതി, നീ മാളിനെ വിളിച്ചൊന്ന് വരാൻ പറ. ആ ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ആ, അപൂർവയും മാളവികയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്ത് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഇതിവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാ. എന്തിനാ ഒരു മുഖവുര? ആരും ധൈര്യമായിട്ട് പറയൂ. മാളവിക പഠിക്കാൻ ബ്രില്യൻ്റ് ആയ കുട്ടിയാണ്. അപൂർവയും മോശമൊന്നുമല്ല. പക്ഷെ ആ കുട്ടിക്ക് മറ്റുള്ളവരുമായി എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കാനാണ് കൂടുതൽ താല്പര്യം. അത് മാളവികയുടെ സ്റ്റഡീസിനെ കൂടി ബാധിക്കാൻ ഇടയുണ്ട്. ഇപ്പൊ തന്നെ കോളേജിലുണ്ടായ ആ ഇഷ്യൂവിന്റെ പേരിൽ അപൂർവയാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷെ അതിന്റെ പേരിൽ മാളവിക എന്തിനാ ക്ലാസ്സിൽ വരാതിരിക്കണം? ക്ലാസ്സിൽ വരാനും പഠിക്കാനും ഒക്കെ മാളവികയ്ക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷേ അപൂർവയെ ഭയന്നിട്ടായിരിക്കും ക്ലാസ്സിൽ വരാതിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ അങ്കിൾ. അത് ശരിയാണ് മുരളി. അരുണിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷേ സ്വന്തം മക്കളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കേണ്ടത് നമ്മൾ പേരൻസിന്റെ ഉത്തരവാദിത്വമാണ്. എന്ത് സെന്റിമെന്റ്സിന്റെ പേരിലാണെങ്കിലും അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. എന്തായി വിളിച്ചിട്ട്? എടുക്കുന്നില്ല. ചിലപ്പോ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമായിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഞാൻ പറഞ്ഞ കാര്യം നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പ്രൊസീഡ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് വാക്കാലെന്ന് ഉറപ്പിക്കണം. അത്രേ വേണ്ടൂ. കല്യാണമൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ തീരുമാനിച്ചാൽ മതി. പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പല വശങ്ങളെപ്പറ്റിയും ഒന്ന് വിശദമായിട്ട് ആലോചിക്കാനുണ്ട്. മതി, ധൃതിയില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനം അറിയിച്ചാൽ നന്നായിരുന്നു. ഇനി അത്രയും സമയം പോരെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേക്ക് യുവർ ഓൺ ടൈം. ശരി, ഇറങ്ങട്ടെ. ആരോ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതാവും അമ്മ വിളിച്ചത്. ദേ ആരൊക്കെ വരുന്നുണ്ട്. ആ, അവരെത്തിയല്ലോ. ഇവനെന്താ ഇവിടെ? ആവോ, എനിക്കറിയില്ല. വാ മോളെ. ഞങ്ങൾ വന്നത് ഇങ്ങനൊരു കാര്യത്തിനാണെന്ന് തൽക്കാലം കുട്ടികൾ അറിയണ്ട. പ്രത്യേകിച്ച് മറ്റേ കുട്ടി. വാ. ഡാ, നിന്റെ കോളേജ് മീറ്റിന് ഞങ്ങളെയൊന്ന് പരിചയപ്പെടുത്തടാ. മാളവിക, ഇതെന്റെ ഓൺലൈൻ ഓൺലി ബ്രദർ ഇൻ ലോ കിഷോർ രാധാകൃഷ്ണൻ. ഹലോ. ഇതെന്റെ സിസ്റ്റർ അപർണ കിഷോർ. ഹലോ. ഹലോ. ഞങ്ങളിവിടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാ. അപ്പോഴേ അവൻ പറഞ്ഞത് ഇവന്റെ 2 കൂട്ടുകാരികളുടെ വീട് ഇവിടെ അടുത്താണെന്ന്. എന്നാ പിന്നെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാന്ന് കരുതി. ഇവര് വന്നിട്ട് കുറെ നേരമായി. നിങ്ങളെ കാണാഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ആ കുട്ടി എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വിളിക്ക്. അപ്പു വാ. ഇത് അപൂർവ. ആ, എന്തായാലും രണ്ടുപേരെ ഒന്ന് കാണാൻ പറ്റിയല്ലേ, സന്തോഷായി. രണ്ടുപേരും കൂടി എവിടെ പോയതാ? ഞങ്ങൾ ലൈബ്രറി വരെ പോയതാ. ആ, ഇയാളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അരുൺ പറഞ്ഞത് കുട്ടി ഭയങ്കര സ്മാർട്ടാണെന്നാണല്ലോ. എന്നിട്ടെന്താ ഒന്നും മിണ്ടാത്തെ? അപൂർവം നമ്മളെ കണ്ട എക്സൈറ്റ്മെന്റിലാ ചേച്ചി, അല്ലടോ? ബുള്ളറ്റ് റൈഡിംഗ് ആണ് കുട്ടിയുടെ ഹോബി. അതും ഒരു ഹോബിയാ. താൻ ഭയങ്കര ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണെന്നാണല്ലോ അരുൺ പറഞ്ഞത്. അത്ര ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരുവിധം മോശമില്ലാതെ കളിക്കും. ഗുഡ്. ബുള്ളറ്റ് റൈഡിംഗ്, ബാസ്കറ്റ് ബോൾ. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. യു ആർ ടു സ്മാർട്ട്. താങ്ക്സ് ഫോർ ദി കോംപ്ലിമെന്റ്. എക്സ്ക്യൂസ് മീ മാളവിക, ഒരു സെക്കൻഡ് ഒന്ന് വരൂ ചെല്ലു മോളെ, പ്ലീസ്. അപൂർവയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? ഇവിടുന്ന് 3ാമത്തെ വീടാ. കേറുന്നോ? അവിടെ ഗീതേച്ചിയുണ്ട്, അപ്പുന്റെ അമ്മ. ഇല്ലില്ല, പിന്നെ ആവട്ടെ. ഇപ്പൊ പോയിട്ട് തിരക്കുണ്ട്. ഓ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്.
താനെന്താ കോളേജിൽ വരാത്ത? നോക്ക് മാളവിക, താൻ ഈ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരോ. തന്റെ ഫ്രണ്ടിന് സപ്പോർട്ട് പ്രഖ്യാപിക്കേണ്ടത് സ്വന്തം ഭാവി തുലച്ചിട്ടല്ല. എന്താ താനൊന്നും മിണ്ടാത്തെ? അരുൺ എന്തിനാ വന്നത്? സത്യം പറഞ്ഞാ വന്നത് ഇയാളെ കാണാൻ വേണ്ടി തന്നെയാ. എന്റെ ചേച്ചിക്കും ഭർത്താവിനും ഇയാളെയും ഇയാളുടെ പാരൻസിനെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഞാൻ എൻ്റെ വീട്ടുകാരെയും കൂട്ടി വന്ന് തൻ്റെ വീട്ടിൽ പ്രപ്പോസ് ചെയ്തോട്ടെന്ന് ചോദിച്ചപ്പോൾ താനൊന്നും പറഞ്ഞില്ലല്ലോ. ആ മൗനം ഞാനൊരു സമ്മതമായിട്ടങ്ങ് എടുത്തു. നോക്കരുൺ, ഞാൻ അങ്ങനൊന്നും മീൻ ചെയ്തിട്ടില്ല. അത് മാളവിക വെറുതെ പറഞ്ഞാണെന്ന് എനിക്കറിയാം. എനിക്ക് തന്നോടുള്ളത് വെറും ഒരു ക്രഷ് അല്ലെന്ന് ഇപ്പോഴെങ്കിലും തനിക്ക് ബോധ്യപ്പെട്ടല്ലോ. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. ഇനി തീരുമാനം തൻ്റേതാ. മറ്റാരുടെയും പ്രേരണയ്ക്കും ഭീഷണിക്കും വഴങ്ങി മാളവിക എന്നെ നിരാശപ്പെടുത്തരുത് പ്ലീസ്. ഇയാളുടെ വീട്ടുകാർക്ക് ഈ അലയൻസിൽ താല്പര്യമുള്ളതുപോലെയാ എനിക്കും എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായത്. ഡാ മതിയുടെ ചെക്ക, ആ പാവത്തിനെ കത്തി വെച്ച് കൊന്നത്. നമുക്ക് പോവാം. വാ. ഞങ്ങൾ പോട്ടെ മോളെ, ഇടയ്ക്ക് ഇതുപോലെ വരാം. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ശരി. ആ അപ്പൊ ശരി. ആ ശരി. നീ കേറുന്നില്ലേ അപ്പു? ഇല്ല ആൻറ്റി, ഇറങ്ങുക. വാ മോളെ. ഇനി എന്തോന്നാ പിള്ളേരെ ഇതിൽ ഇത്ര ആലോചിക്കാൻ? ദൈവമായിട്ട് കൊണ്ടുവന്ന മഹാഭാഗ്യത്തിന് നേരെ വാതിൽ കൊട്ടി അടയ്ക്കാൻ നിൽക്കരുത്. ചെറുക്കന്റെ ചുറ്റുപാടും നാളും ജാതകവും ഒക്കെ ഒത്തുവന്നാ നമുക്കിതങ്ങ് നടത്താന്നേ. അമ്മ എന്തേ പറയുന്നേ? ഇപ്പോഴേ അവളെ പിടിച്ച് കെട്ടിക്കാനോ? അവള് കുഞ്ഞല്ലേ. കുഞ്ഞോ? എടി, മാളുവിന്റെ ഈ പ്രായത്തിലെ ഞാൻ നിന്നെ 6 മാസം ചുമക്കുക, അതറിയോ? അന്നത്തെ കാലമൊന്നും അല്ലല്ലോ അമ്മ. ഇപ്പോ പെൺകുട്ടികൾ പഠിച്ച് ജോലിയൊക്കെ സമ്പാദിച്ചതിന് ശേഷം മാത്രം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നൊരു സമയമായത്. എടാ മോനെ, ഈ ജോലിയും കൂലിയും എന്നൊക്കെ പറയുന്നതേ തലയെ വരച്ചിട്ടുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സംഗതിയാ. ദേ, ഇവക്ക് ബാങ്കിൽ ജോലി കിട്ടിയതെപ്പോഴാ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ട്. ഇവക്ക് ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന് ഞാൻ വാശി പിടിച്ചു നിന്നോ? ഇല്ലല്ലോ. അതാ പറഞ്ഞത്, കല്യാണോ ഉദ്യോഗോ എന്നൊക്കെ പറയുന്ന ഒരു യോഗ വന്ന് നമ്മൾ അന്വേഷിച്ച് നല്ലതെന്ന് തോന്നുന്നു വരുമ്പോ അങ്ങ് കൈ കൊടുത്തോണം. അല്ലെങ്കിൽ പിന്നെ അതോർത്ത് നിരാശപ്പെടേണ്ടി വരും. ആ പയ്യനും അവന്റെ വീട്ടുകാർ സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നു. ദുബായിൽ സ്വന്തം ബിസിനസ് എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം നല്ല ചുറ്റുപാടായിരിക്കുകയും ചെയ്യും. ആ അതെ. മാത്രമല്ല, ആ ചെറുക്കനും വളരെ ഇംപ്രസീവായിട്ട് തോന്നി. മാളവികയും അവനും തമ്മിൽ ചേർച്ചക്കുറവൊന്നുമില്ല. ഇത്രയൊക്കെ ചേർച്ചയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മോനെ ഇതിങ്ങനെ വെച്ച് നീട്ടുന്നത്? കാര്യങ്ങൾ കെടുപിടിയെന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്.